പഠിപ്പാൻ ഒരു അവസരം കൊണ്ട് ദൈവം തന്നിരിക്കുക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. നാം ഈ ദിവസങ്ങൾ പഠിപ്പാൻ ആഗ്രഹിക്കുകയും കഴിഞ്ഞ ആഴ്ച അതിന്റെ മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതൊക്കെയും യാഗങ്ങളുടെ ഒരു പഠനം എന്നുള്ള വിഷയമാണല്ലോ. ഇന്നും പ്രിയ ദേവദാസ് അതിനെപ്പറ്റി സംസാരിക്കുന്നതിനകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നാം ഹോമയാഗം എന്ന വിഷയത്തെ പറ്റിയാണല്ലോ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത്. അതിൽ കാളയെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവസാനം പറഞ്ഞത്. കാള ഒരു അനുസരണമുള്ള ഒരു യജമാനെ അനുസരിക്കുന്ന, യജമാന്റെ ഇഷ്ടം അതുപോലെ നിവർത്തിക്കുന്ന, ഭാരം വഹിക്കുന്ന ഒരു മൃഗമാണെന്നുള്ള കാര്യം ഓർത്ത് നമ്മുടെ കർത്താവിന്റെ നേരിടായിട്ട് നമുക്ക് കാണുവാനായി കഴിഞ്ഞു. തുടർന്നുള്ള കാര്യങ്ങൾ ഇന്ന് ദേവദാസൻ സംസാരിക്കുകയായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവിന്റെ കേൾക്കുന്നുള്ളതായ ആ സന്നിധിബോധം നമുക്ക് ദൈവസന്നിധിയായിരിക്കാൻ ഇപ്പോൾ ദേവദാസൻ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഓവർ ടു സംസക്രിയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും യാഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ ചെയ്തു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ഇന്നത്തെ ക്ലാസ്സും ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. യാഗങ്ങളെ സംബന്ധിച്ചുള്ള പഠനം എന്നുള്ള നിലയില് നമ്മൾ ഓർത്തതുപോലെ അതിന്റെ മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ ഓർക്കുകയുണ്ടായി. യാഗങ്ങൾ പ്രധാനമായിട്ടും രണ്ട് നിലയിലുള്ള യാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം ചിന്തിച്ചു. ഒന്ന് സൗരഭ്യവാസനയായിട്ടുള്ള യാഗങ്ങൾ, ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ യാഗങ്ങൾ. അത് 3 യാഗങ്ങളാണ് ആ നിലയിൽ അർപ്പിക്കപ്പെട്ടിരുന്നത്. 1 ഹോമയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം. അതെന്തുകൊണ്ട് സൗരഭ്യവാസന യാഗങ്ങൾ നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. പിതാവാം ദൈവത്തിന് ക്രിസ്തുവിന്റെ യാഗം എപ്രകാരം സൗരഭ്യപൂരിതമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന 3 യാഗങ്ങളായിരുന്നു ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗവും. അപ്പോൾ തന്നെ പാപയാഗവും അകൃത്യയാഗവും അത് സൗരഭ്യവാസന ഗണത്തിൽ പെടുന്നില്ല. അത് ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് വ്യക്തമാക്കുക. ക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നു. ആ നിലയിൽ 2 ഗണത്തിൽപ്പെടുന്ന യാഗങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയുണ്ടായി. ഹോമയാഗത്തെ സംബന്ധിച്ചാണ് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ഹോമയാഗത്തിന് വേണ്ടി ഉള്ള മൃഗങ്ങളെ സംബന്ധിച്ചുള്ള ചിന്ത. അതിൽ ഒന്നാമത് കാളയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാളയുടെ പ്രാധാന്യം നാം ചിന്തിക്കുകയുണ്ടായി. യജമാന സ്നേഹത്തിനും അനുസരണത്തിനും ശുശ്രൂഷയ്ക്കും ഇതുപോലെ സാദൃശ്യം വഹിക്കാവുന്ന മറ്റൊരു മൃഗമില്ല. അതുകൊണ്ട് കാളയെ ഹോമയാഗമായിട്ട് അർപ്പിക്കാം എന്ന് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാദൃശ്യം വഹിക്കുന്നു. കർത്താവ് പിതാവാം ദൈവത്തോടുള്ള തന്റെ ആ ബന്ധം, ആ സ്നേഹം അത് വെളിപ്പെടുത്തിയ രംഗമാണ് നമുക്ക് കാണുവാനായിട്ട് ക്രൂശിലെ യാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ രംഗം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കും. എന്റെ ദാസനായ മുള എന്ന് സെഖരിയാവ് 3:8 വായിക്കുന്നു. ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ, എന്റെ ദാസൻ എന്ന് യെശയ്യാപ്രവചനം 42:1 നാം വായിക്കുന്നു. അതുപോലെ എന്റെ ദാസൻ കൃതാർത്ഥനാകുമെന്ന് യെശയ്യാവ് 52:13 നാം വായിക്കുന്നു. ഈ വചനങ്ങളുടെ നിവർത്തിയായിട്ട് ക്ഷമാശീലവും സഹനശക്തിയുമുള്ള ഒരു ദാസനെ പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപം വഹിച്ചു. യെശയ്യാവ് 53:12 നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നു. സങ്കീർത്തനം 55:22. അതുപോലെ നമ്മെ തോളിലേറ്റി വീട്ടിലെത്തിക്കുന്ന ഒരു നല്ല ഇടയനായിട്ടും നമ്മുടെ കർത്താവിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അങ്ങനെ കാളയോടുള്ള ബന്ധത്തില് നമുക്ക് യാഗമൃഗം എന്നുള്ള നിലയിൽ ഉള്ള ആ ചിന്തകൾ നമ്മുടെ കർത്താവിനെ സാദൃശ്യം വഹിക്കുന്നു. രണ്ടാമത് ചെമ്മരിയാടും കോലാടുമാണ് യാഗമൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചെമ്മരിയാടും കോലാടും. ഈ ചെമ്മരിയാടും കോലാടും എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേലിന്റെ ഒരു പ്രധാന കൃഷിയാണ് ആട് വളർത്തൽ എന്ന് പറയുന്നത്. ചെമ്മരിയാട് അവിടെ സമൃദ്ധമായിട്ടുണ്ട്. അതുപോലെ കോലാടിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ചെമ്മരിയാടും കോലാടും 2 നിലകളിൽ ക്രിസ്തുവിന് സാദൃശ്യം വഹിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. ചെമ്മരിയാടിനെ സംബന്ധിച്ചിടത്തോളം
സൗമ്യതയുടെ പര്യായമായിട്ടാണ് ചെമ്മരിയാടിനെ നാം തിരുവനന്തപുരത്ത് മനസ്സിലാക്കുന്നത്. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. 53-ാം അധ്യായം യെശയ്യാവ് 53-ൽ നാം വായിക്കുന്നത് അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ. നമ്മുടെ കർത്താവ് സൗമ്യനായിട്ട്, താഴ്മയുള്ളവനായിട്ട്, വാ തുറക്കാത്തവനായിട്ട്. നമുക്ക് യെശയ്യാപ്രവചനത്തിന്റെ ആ ഉദ്ധരണി ഷണ്ണന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിലും സ്നാനത്തോടുള്ള ബന്ധത്തിലും പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഫിലിപ്പോസ് ശമരിയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവിനാൽ അരുളപ്പാടുണ്ടായിട്ട് നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുമ്പോൾ ഒരു തേരും ആ തേരിൽ നിന്ന് ഒരു പുസ്തകം വായിക്കുന്ന വ്യക്തിയെയും കണ്ടു. അത് എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായിരുന്ന ഷണ്ണനായിരുന്നു. ആ മനുഷ്യന് വായിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവം ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്ക് നയിക്കുവാൻ ഇച്ഛിച്ചതുകൊണ്ട് ഫിലിപ്പോസിനെ, സുവിശേഷകനെ ആ മനുഷ്യന്റെ അടുത്തേക്ക് അയക്കുന്നു. ഫിലിപ്പോസിനോട് തേരിൽ കയറിയിരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഫിലിപ്പോസ് ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അറുക്കുവാനുള്ള ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നുണ്ട് ഭാഗം ഇണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഇത് പ്രവാചകൻ തന്നെ കുറിച്ച് തന്നെയാണോ അതോ മറ്റൊരാളെ കുറിച്ചാണോ പറയുന്നത് എന്ന് ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിക്കുമ്പോൾ ആ തിരുവഴുത്തിനെ ആധാരമാക്കി ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറയും. ആ നിലയിൽ കർത്താവിന്റെ സൗമ്യതയെ സംബന്ധിച്ചും കർത്താവിന്റെ താഴ്മയെ സംബന്ധിച്ചും ഒരു അറുക്കുവാൻ പോകുന്ന ആടിനെ പോലെ സൗമ്യതയുള്ള ഒരാടായിട്ട് ഒന്നും ചോദ്യം ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരാടിനെ പോലെ ക്രിസ്തു ഭാരമുള്ള മരക്കുരിശും പേറി ഗോൽഗൊഥാ മലമുകളിലേക്ക് കടന്നു പോകുന്നതും അങ്ങനെ ക്രൂശിൽ മനസ്സോടെ മരക്കുരിശിൽ യാഗമായി തീരുന്നതുമായ രംഗം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ചെമ്മരിയാട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് ആ നിലയിലാണ് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കോലാടിനെ സംബന്ധിച്ചും വായിക്കുന്നു. ചെമ്മരിയാടിനെയും കോലാടിനെയും അർപ്പിക്കുവാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലെവിറ്റിക്സ് ചാപ്റ്റർ 1 വേഴ്സ് 10. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം. അവനെ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് വെച്ച് അതിനെ അറുക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. യാഗത്തിന്റെ വ്യവസ്ഥയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് വിശദമായി ചിന്തിക്കുവാൻ കഴിയും. ഇപ്പോൾ യാഗമൃഗങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തയാണല്ലോ. അപ്പോൾ കാളയെ സംബന്ധിച്ചും ചെമ്മരിയാടിനെ സംബന്ധിച്ചും നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. ഇനി കോലാടിനെ സംബന്ധിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, കോലാടിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വായിക്കാൻ സാവകാശമുണ്ടെങ്കിൽ ഈ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. സദൃശവാക്യങ്ങൾ 30-29, പ്രോവർബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 29. സദൃശവാക്യങ്ങൾ 30-29 കോലാടിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ആ വാക്യം വായിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലും കോലാടിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രസ്താവനയും ഈ ബന്ധത്തിൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ദൃശ്യവാക്യങ്ങൾ 30-29. ചന്തമായി നടകൊള്ളുന്നത് 3 ചന്തമായി നടക്കുന്നത് 4. അതിന് താഴോട്ട് 30 കൂടെ. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടുനായും കോലാട്ടുപോറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ. അവിടെ ചന്തമായി നടക്കുന്ന 4 കൂട്ടരെ സംബന്ധിച്ച് നാം വായിക്കുന്നു.
അതിലൊന്നാണ് കോലാട്ടുകൊറ്റൻ എന്ന് പറയും. ചന്തമായ നടപ്പിന് സാദൃശ്യം വഹിക്കുന്ന കോലാട്ടുകൊറ്റൻ. അപ്പോൾ തന്നെ ഈ കോലാട്ടുകൊറ്റനെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശപിക്കപ്പെട്ട പാപിയുടെ സ്ഥാനത്താണ് ഈ കോലാട്ടുകൊറ്റനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് യോജിച്ച് ചിന്തിച്ചാൽ, ഈ രണ്ട് വാക്യങ്ങളും തമ്മിൽ ചേർത്ത് ചിന്തിച്ചാൽ, ഒന്ന് ചന്തമായ നടപ്പിന് സാദൃശ്യമായി കോലാട്ടുകൊറ്റനെ നാം കാണുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ചന്തമായ നടപ്പുള്ള മറ്റാരുണ്ട്? നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളല്ലോ. നമ്മുടെ കർത്താവിന്റെ നടപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചുവെങ്കിലും താൻ കേവലം മനുഷ്യനായിരുന്നില്ല, താൻ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ആ നിലയിൽ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമ്മുടെ കർത്താവ് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്ക് നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്കൊരു നല്ല മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ചന്തമായ നടപ്പിന് സാദൃശ്യം വഹിക്കുന്ന ഒരു കോലാട്ടുകൊറ്റൻ. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരും, 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തേജസ്സിന്റെ സിംഹാസനത്തിലെ ന്യായവിധിയെ സംബന്ധിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വലത്തുള്ളവര് ചെമ്മരിയാടിന്റെ ഗണത്തിലും ഇടത്തുള്ളവര് കോലാടിന്റെ ഗണത്തിലുമാണ്. അവിടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും ഇടത്തും വലത്തുമായിട്ട് വേർതിരിച്ചിട്ട്, വലത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ, ഇടത്തുള്ള കോലാടിന് സദൃശമായിരിക്കുന്ന പാപികളോട്, ശപിക്കപ്പെട്ട പാപികളോട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീനെന്നുള്ള ആ വാക്കാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചന്തമായ നടപ്പുള്ള അതേ കോലാടിനെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ശപിക്കപ്പെട്ട പാപിയുടെ സ്ഥാനത്ത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഇത് രണ്ടും ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠനായ മാതൃകാ പുരുഷനാണ്. ചന്തമായ നടപ്പിന് ഇതുപോലെ മാതൃകാ യോഗ്യമായ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. നമ്മുടെ കർത്താവ് സ്നേഹം, നമ്മുടെ കർത്താവിന്റെ ദയ, നമ്മുടെ കർത്താവിന്റെ താഴ്മ, നമ്മുടെ കർത്താവിന്റെ മനസ്സലിവ്, നമ്മുടെ കർത്താവിന്റെ നമ്മോടുള്ള കരുതൽ, ഇതെല്ലാം നമ്മളുണ്ട്. പാപമില്ലായ്മ, നിഷ്പാപാവസ്ഥ, ഇതൊക്കെ നാം പരിശോധിച്ചു നോക്കിയാൽ മാതൃകായോഗ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക് ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു ദോഷവും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത, യാതൊരു അകൃത്യവും ഇല്ലാത്ത, യാതൊരു തെറ്റും ആർക്കും പറയുവാനില്ലാത്ത കർത്താവ് ഇപ്പോൾ ശപിക്കപ്പെട്ട പാപിയുടെ സ്ഥാനത്ത് ക്രൂശിക്കപ്പെടുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ, നമുക്ക് പകരമായിട്ട് നമ്മിൽ ഒരുവനെ പോലെ നമ്മുടെ ശാപം നീക്കുവാൻ, നമ്മുടെ പാപം നീക്കുവാൻ, നമ്മുടെ മരണം നീക്കുവാൻ നമ്മുടെ കർത്താവ് ശപിക്കപ്പെട്ട പാപിയുടെ സ്ഥാനത്ത് ആ ക്രൂശും വഹിച്ചുകൊണ്ട് ഗോൽഗോഥാ മലമുകളിലേക്ക് കയറി പോകുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെമ്മരിയാടിന് തുല്യം സൗമ്യമായ നടപ്പിന് മാതൃക വഹിക്കുന്നു, സൗമ്യതയ്ക്കും താഴ്മയ്ക്കും മാതൃക വഹിക്കുന്നു. അതുപോലെ കോലാടിനെ സംബന്ധിച്ചോളം ചിന്തിക്കുമ്പോൾ ചന്തമായ നടപ്പാണ് ഈ കോലാട് വ്യക്തമാക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന രംഗം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. തിരുവഴുത്തിൽ പല ഭാഗങ്ങളിലും ഈ കുഞ്ഞാട് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ആദ്യമായിട്ട് കുഞ്ഞാട് എന്നുള്ള പദം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് സ്നാപക യോഹന്നാനാണ്. യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് കടന്നു വന്ന സ്നാപക യോഹന്നാൻ കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതേ തുടർന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, ആ ലോകത്തിന്റെ പാപം ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം അവിടെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പാപം ചുമക്കുന്ന കുഞ്ഞാടിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, ആ കുഞ്ഞാട്
പിന്നീട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരും. വെളിപ്പാട് പുസ്തകത്തിലാണ് കൂടുതൽ പ്രാവശ്യം കുഞ്ഞാട് എന്നുള്ള പദം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ കുഞ്ഞാടിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് നാം കാണുന്നു. അപ്പോൾ തന്നെ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കാണുന്നു. ആ കുഞ്ഞാട് ആരാധ്യനായ കുഞ്ഞാടാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നവരെ നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് ആ കുഞ്ഞാടിന്റെ മുമ്പിൽ മൂപ്പന്മാരും ജീവികളും താണു വീണ് വണങ്ങി നമസ്കരിക്കുന്ന മഹത്വവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും സപ്തസ്തുതികളും കർത്താവിന്റെ പാദത്തിൽ അർപ്പിച്ച് കർത്താവിനെ ആരാധിക്കുന്ന രംഗം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കുഞ്ഞാട് ലോകത്തിന്റെ പാപം ചുമക്കുവാനായിട്ട് കടന്നു വന്ന കുഞ്ഞാട് സൗമ്യതയും താഴ്മയുള്ളവനായിട്ട് നമ്മുടെ കർത്താവ് അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറയെ ആർന്നുവരിക്കും. 2:5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മരണത്തോടും ക്രൂശിലെ മരണത്തോടും അനുസരണമുള്ളവനായി തീർന്ന കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞാട് പാപം ചുമക്കുന്ന കുഞ്ഞാടാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ്, അപ്പോൾ തന്നെ നിൽക്കുന്ന കുഞ്ഞാടാണ്. ഒരിക്കലും അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുകയില്ല, അത് വീണ് കിടക്കുന്ന കുഞ്ഞാടിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടുവെങ്കിലും അത് നിൽക്കുകയാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഇന്ന് പിതാവിന്റെ വലത്തുഭാഗം നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ഒരു അവസ്ഥ, ശ്രേഷ്ഠ മഹാവിരോധനായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുഞ്ഞാടിന്റെ കല്യാണത്തെ സംബന്ധിച്ച് നാം 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായി വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്, പാപം ചുമക്കുന്ന കുഞ്ഞാട്, ആരാധ്യനായ കുഞ്ഞാട്, ഇതാ വേളി കഴിക്കുന്ന കുഞ്ഞാടായി കുഞ്ഞാടിന്റെ കല്യാണം, ആ കുഞ്ഞാടിന്റെ കാന്തയായിട്ട് തന്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ, ആ കല്യാണത്തിന് വേണ്ടി മണവാട്ടിയായ സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി കറ ചുളുക്കം മാലിന്യം ഒന്നുമില്ലാതെ തേജസ്സോട് നിർത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ ഈ വിശുദ്ധ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെ ഓർപ്പിക്കുന്നതും നമ്മുടെ ജീവിത വിശുദ്ധിയെ പ്രത്യേകം എടുത്തു കാണിക്കുന്നതുമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കോലാടിനെ നമുക്ക് ചന്തമായ നടപ്പുള്ള കോലാടിനെ അതുപോലെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞാട് വേളി കഴിക്കുന്നത് മാത്രമല്ല, വീണ്ടും ഈ കുഞ്ഞാടിനെ ന്യായവിധിക്ക് നടത്തുന്ന ഒരു ന്യായാധിപനായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയൊരു വെള്ളസിംഹാസനവും അതിന്മേൽ ഒരുത്തിരിക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയതിനടുത്ത് ന്യായവിധി ഉണ്ടായി. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഒരിക്കൽ പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് ഗോൽഗൊഥാ മലമുകളിലേക്ക് കടന്നുപോയ കർത്താവ്, ആ കർത്താവ് അറുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ അറുക്കപ്പെട്ട കുഞ്ഞാട് ഉയർത്തെഴുന്നേറ്റ് നിന്നും ജീവിക്കുന്നു, ആരാധ്യനായി ജീവിക്കുന്നു. ആ കുഞ്ഞാടിന്റെ കല്യാണം നടക്കുവാൻ പോകുന്നു. ആ കുഞ്ഞാട് ജഡ്ജിയായിട്ട്, ന്യായാധിപനായിട്ട് സകലരെയും ന്യായം വിധിക്കുവാൻ വലിയൊരു വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്കായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത അഥവാ രക്ഷിക്കപ്പെടാത്ത സകലരെയും ന്യായം വിധിച്ച് തീപ്പൊയിലേക്ക് തള്ളിക്കളയുന്ന ഒരു ന്യായാധിപനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, ആ കുഞ്ഞാട് നീതിയോട് വാഴുന്ന കുഞ്ഞാടാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമായി ദാവീദിന്റെ സിംഹാസനത്തിൽ വാഴുവാൻ പോകുന്നു എന്നുള്ളതും വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആ കുഞ്ഞാടിന്റെ സവിശേഷതകൾ നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. അപ്പോൾ ചെമ്മരിയാടും കോലാടും നമ്മുടെ കർത്താവിന് സാദൃശ്യം വഹിക്കുവാൻ കഴിയുന്ന മൃഗങ്ങളാണ് എന്ന് നാം ചിന്തിക്കും. ഇനി നമുക്ക്
മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെ സംബന്ധിച്ചാണ്. അവിടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. വെളിപ്പാട് 1:14, ചാപ്റ്റർ 1 വേഴ്സ് 14. എന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം. സോറി, ഞാൻ വെളിപ്പാടല്ല പറഞ്ഞത്. വെളിപ്പാട് 1:14. ലേവ്യ പുസ്തകം 1:14. ലേവ്യ 1:14. ലേവ്യർ 1:14 പറഞ്ഞത് കേട്ടോ. വെളിപ്പാട് വായിച്ചത്. യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കുക. ഇവിടെ പക്ഷികളിൽ നിന്ന് യാഗവസ്തുവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രാവിനെയാണ്. പ്രാവ് എന്ന് പറയുമ്പോൾ പ്രാവിന്റെ ഇനത്തിൽപ്പെട്ട പ്രാവിനെ, കുറുപ്രാവിനെയും അതുപോലെ പ്രാവിൻ കുഞ്ഞിനെയും രണ്ടായിട്ട് തിരിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് പ്രാവിന്റെ ഗണത്തിൽപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രാവിനെ എന്തുകൊണ്ടാണ് യാഗവസ്തുവായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് ന്യായമായിട്ട് നമുക്ക് ചോദിക്കാം. മറ്റെത്രയോ പക്ഷികളുണ്ട്. ആ പക്ഷികളിൽ ഒന്നിനെ പോലും സർവ്വസാധാരണയായിട്ട് കാണുന്ന അനവധി പക്ഷികളുണ്ട്. പക്ഷെ അതിന് ഒന്നിനെ പോലും യാഗവസ്തുവായിട്ട് തിരഞ്ഞെടുക്കാതെ പ്രാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രാവിനെ യാഗവസ്തുവാക്കിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് പക്ഷികളിൽ വെച്ച് ഏറ്റവും ശുദ്ധവും നിഷ്കളങ്കവുമായ ഒരു പക്ഷിയായിട്ട് പ്രാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷികളും ശുദ്ധവും നിഷ്കളങ്കവും. നമ്മള് ഈ യഹൂദന്മാരുടെ ആഹാര ക്രമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭക്ഷിക്കരുതാത്ത, ഭക്ഷ്യയോഗ്യമല്ലാത്ത പക്ഷികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത പക്ഷികളുടെ കൂട്ടത്തിൽ പല പക്ഷികളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഭക്ഷ്യയോഗ്യമായ പക്ഷികളുടെ കൂട്ടത്തിൽ പ്രാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ പ്രാവ് ഏറ്റവും ശുദ്ധിയുള്ളൊരു പക്ഷിയാണ്. യാതൊരു അശുദ്ധിയും ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയല്ല ഈ പ്രാവ് എന്ന് പറയുന്നത്. നിഷ്കളങ്കമായ, അതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ആകാര സൗഷ്ഠവം, അതിന്റെ സൗന്ദര്യം തുളുമ്പുന്ന ആകൃതി, അതിന്റെ നല്ല നടപ്പ്, അതിന്റെ കണ്ണിന്റെ തിളക്കം, ആ നിഷ്കളങ്കമായ പെരുമാറ്റം, പ്രതികാര ബുദ്ധിയില്ലായ്മ, ഇതെല്ലാം പ്രാവിൽ ഒത്തുചേർന്നിരിക്കുക. നമുക്കറിയാം ഒരുപക്ഷെ പ്രാവിനെ മറ്റു പക്ഷികൾ ഉപദ്രവിക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രാവ് മറ്റു പക്ഷികളെ ഉപദ്രവിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്, പ്രതികാര ബുദ്ധിയില്ലാത്ത ഒരു പക്ഷിയായിട്ട്, നിഷ്കളങ്കയായ ഒരു പക്ഷിയായിട്ട്, അതുപോലെ അശുദ്ധി ലവലേശമില്ലാത്ത പക്ഷിയായിട്ട്. നമുക്കറിയാം ഒരു കാക്കയെ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും, കാക്കയെ ശ്രദ്ധിച്ചാൽ കാക്ക സകല അശുദ്ധിയും അഴുക്കും കൊത്തി ചെകഞ്ഞ് നടക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. കാക്ക സർവ്വസാധാരണമാണ്. എന്നാൽ കാക്കയും പ്രാവും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നോഹയുടെ പെട്ടകത്തിൽ നമുക്ക് അത് ആ സാദൃശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോഹ ജലപ്രളയം, അത് വെള്ളം ഒഴുക്കുക നിന്നോ, അത് വെള്ളം വറ്റിയോ എന്നറിയാനായിട്ട് പ്രാവിനെ വിട്ടു. പക്ഷെ പ്രാവ് അത് വെള്ളം വറ്റാത്ത ആ സ്ഥിതിയിൽ ചെളിയും അഴുക്കും നിറഞ്ഞ ആ പ്രദേശങ്ങളിലൊന്നും പ്രാവിന് കാലുകുത്താൻ ഇടമില്ലാതെ പ്രാവ് തിരിച്ച് പെട്ടകത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രാവ് ഏറ്റവും വിശുദ്ധിയുള്ളൊരു പക്ഷിയായിട്ട്. ഈ പ്രാവിനെ നമുക്ക് കർത്താവിനോട് സാദൃശ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ വിശുദ്ധി, കർത്താവിന്റെ നിഷ്കളങ്കത, കർത്താവിന്റെ സൗമ്യമായ പെരുമാറ്റം, ജീവിതം, ഇതെല്ലാം ഈ പ്രാവിനോട് നമുക്ക് ഒന്ന് തുലനപ്പെടുത്തിയാൽ നമ്മുടെ കർത്താവിനെ നമുക്ക്
കർത്താവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, കാളയെ യാഗമർപ്പിക്കുന്നത് അല്പം സാമ്പത്തിക സൗകര്യമുള്ളവരാണ് കാളയെയും ആടിനെയും ഒക്കെ യാഗമർപ്പിക്കുന്നത്. ദരിദ്രന്മാരുടെ യാഗവസ്തുവാണ് പ്രാവ് എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിനെ ആദ്യമായിട്ട് മറിയയും യോസേഫും കൂടെ ദൈവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ ഒരു പ്രാവിനെയാണ് യാഗമർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദരിദ്രന്മാരുടെ യാഗവസ്തുവാണ്. നമുക്കറിയാം, യാഗത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആര് തന്നെയായിരുന്നാലും യാഗമർപ്പിക്കണം. അത് പ്രമാണിയാകട്ടെ, പുരോഹിതനാകട്ടെ, സാധാരണക്കാരാകട്ടെ, സഭയാകട്ടെ. അത് അഗത്യയാഗത്തിന്റെയും പാപയാഗത്തിന്റെ ഒക്കെ പ്രമാണം നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നു. പാപം ആര് ചെയ്താലും, പാപം എവിടെ കണ്ടാലും അതിന് യാഗമർപ്പിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ യാഗം കൂടാതെ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധ്യമല്ല. 50-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുക. അപ്പോൾ ഈ ദരിദ്രന്മാരുടെ യാഗവസ്തുവായിട്ടുള്ള ആ പ്രാവിനെയും കൊണ്ടാണ് യോസേഫും മറിയയും ദൈവാലയത്തിലേക്ക് കടന്നു എന്നത് എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രാവിനെയും യാഗമായിട്ട് അർപ്പിക്കാം. ദരിദ്രനാണെങ്കിൽ അവനും യാഗമർപ്പിക്കണം, ധനവാനാണെങ്കിൽ ഇടത്തരക്കാരനാണെങ്കിലും അവർ യാഗമർപ്പിക്കണം. എല്ലാവരും യാഗം കഴിച്ചേ മതിയാകുള്ളൂ. യാഗത്തിലൂടെ മാത്രമേ ദൈവത്തോട് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. നമ്മുടെ കർത്താവും ദരിദ്രനായിട്ട് ലോകത്തിലേക്ക് വന്ന രംഗം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം വായിക്കുവാൻ നമ്മൾ വായിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്കറിയാവുന്ന വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാസമ്പന്നനായിരുന്നിട്ടും അവൻ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. മഹാസമ്പന്നനായിരുന്നവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ആ രംഗം നമുക്കിവിടെ ഓർക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് മഹാദരിദ്രനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിപ്പാൻ കർത്താവിന് ഇടമില്ലായിരുന്നു. വഴിയമ്പലത്തിന് സ്ഥലം അന്വേഷിച്ചു, വഴിയമ്പലത്തിന് സ്ഥലം കിട്ടിയില്ല. അവസാനം കർത്താവിനെ വഴിയരികിലെവിടോ പ്രസവിച്ചു കാണും, അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണ് വായിക്കുന്നത്. വഴിയമ്പലത്തിന് സ്ഥലമില്ല, ഇവിടെ നിങ്ങൾക്ക് ഇടമില്ല എന്ന് പറഞ്ഞ് ആ വഴിയമ്പലത്തിന്റെ സത്രക്കാരൻ അവരെ ഇറക്കി വിടുന്ന രംഗം നമുക്കൊന്ന് ഓർത്തു നോക്കാം. നമ്മുടെ കർത്താവിനെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിന് ഈ ലോകത്തിൽ ജനിച്ചു വീഴുവാൻ സ്ഥലമില്ലായിരുന്നു, തലചായ്പാൻ ഇടമില്ലായിരുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല, കരം കൊടുക്കാനായിട്ട് കാശുണ്ടായിരുന്നു. സാധാരണ നിലയിൽ കർത്താവ് കരം കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും പുത്രന്മാര് കരം കൊടുക്കേണ്ട ആവശ്യമില്ല, ദാസന്മാരാണ് കരം കൊടുക്കേണ്ടത് എന്ന് പറയുമെങ്കിലും കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിക്കുന്നത് കർത്താവ് പഠിപ്പിച്ചപ്പോൾ കർത്താവ് കരം കൊടുക്കാതിരിക്കുന്നത് അത് താൻ ജീവിക്കുന്ന തന്റെ ദേശത്തോടുള്ള തെറ്റായ കാര്യമായിരിക്കും, തെറ്റായ ഒരു കാര്യമായിരിക്കും എന്ന് കർത്താവിന് മനസ്സിലായി. കർത്താവ് ആ സന്ദർഭത്തിൽ പത്രോസിനോട് പറയുന്ന രംഗം നമുക്ക് ഓർക്കാൻ കഴിയും. നീ ചെന്ന് മീൻ പിടിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന മീനിന്റെ വായ് തുറന്ന് നോക്കുമ്പോൾ നിനക്ക് ഒരു ചതുർദ്രഹ്മ പണം കിട്ടും. അതായത് 4 പണത്തിനൊത്ത ചതുർദ്രഹ്മ പണം ലഭിക്കും. അത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ് കരം കൊടുക്കാൻ കാശില്ല. കർത്താവ് ആ നിലയിൽ ഒരു അത്ഭുത പ്രവൃത്തിയിലൂടെ കരം കൊടുത്തതായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കർത്താവിനെ അടക്കാനായിട്ട് സ്വന്തമായിട്ടൊരു കല്ലറയില്ലായിരുന്നല്ലോ. നമുക്കറിയാം, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് മരിച്ചാൽ ഇന്നിടത്ത് അടക്കം ചെയ്യണം എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ കല്ലറയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. എന്നാൽ നമ്മുടെ കർത്താവിനെ അടക്കാൻ കല്ലറ കർത്താവ് ഇല്ലായിരുന്നു. കർത്താവിനെ അടക്കിയത് അരിമത്തിയിലെ യോസഫ് എന്ന ആ വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി പുതുതായി വെട്ടിയിരുന്നൊരു കല്ലറയിൽ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു എന്ന് നാം തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംസ്കാരമാണ് നമ്മുടെ കർത്താവിന് ലഭിച്ചത് എന്നോർക്കുവാനായിട്ട് സാധിക്കും. യോസേഫും അരിമത്തിയിലെ യോസേഫും
നിക്കോദിമോസുമാണ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയത്. നിക്കോദിമോസ് എന്താ ചെയ്തത്? നമുക്കറിയാം. നിക്കോദിമോസ് കർത്താവിന്റെ അടുക്കൽ രാത്രിയിൽ വന്ന് വിരോധി ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നത് പറഞ്ഞ ആ വ്യക്തിയാണ്. ആ വ്യക്തി അന്ന് കർത്താവിൽ നിന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീണ്ടും ജന്മത്തെ സംബന്ധിച്ചുള്ള ഉപദേശം നിക്കോദിമോസിന് ലഭിച്ചു. ഒരു രഹസ്യ ശിഷ്യനായിട്ട് കർത്താവിനെ അനുഗമിച്ചതായിട്ടാണ് നമുക്ക് നിക്കോദിമോസിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ താൻ വെളിപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നു. ആ ശബത്തിൽ ആ ശരീരം ആ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ആ ശരീരം ഏറ്റുവാങ്ങുവാനും അതിന് മാന്യമായ സംസ്കാരം നടത്തുവാൻ തക്കോണം ഈ യോസേഫും അതുപോലെ നിക്കോദിമോസും തയ്യാറായി. നിക്കോദിമോസ് 100 റാത്തൽ സുഗന്ധവർക്കം ആ ഒരു കൂട്ട് കൊണ്ടുവന്ന് കർത്താവിന്റെ ശരീരത്തിൽ സംസ്കാരത്തിന് വേണ്ടി അത് വേർതിരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പാറയിൽ വെട്ടിയ കല്ലറയിൽ, ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ, ആ പുതിയ കല്ലറയിൽ തന്നെ നമ്മുടെ കർത്താവിന്റെ ശരീരം വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജനിക്കുവാൻ ഇടമില്ല, തലചായ്പാൻ ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ല, സ്വന്തമായി കല്ലറയില്ല, ആ ഒരു തുണ്ട് ഭൂമി പോലുമില്ല. അങ്ങനെയുള്ള സ്ഥാനത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംസ്കാര ശുശ്രൂഷ നമ്മുടെ കർത്താവിന് ലഭിച്ചതായി പോർക്കുന്നത്. നമ്മുടെ കർത്താവ് ദരിദ്രനായി ഒരു പണക്കാരനായിട്ടാണ് കടന്നുകൊണ്ടത്. ദരിദ്രനായിട്ട് നമ്മുടെ കർത്താവ് കടന്നു. മഹാസമ്പന്നൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് നാം മനസ്സിലാക്കും. ഭക്തൻ പാടിയിട്ടുള്ളല്ലോ, നിത്യസ്വത്തിനുടയവനെന്നാൽ നരം നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിനച്ചാൽ ഞാനും അതിനായി പകരമെന്താണ് ഏകുതെന്നാൽ. നമുക്ക് പകരമായിട്ട് കൊടുക്കുവാൻ ഒന്നുമില്ല. എന്നാൽ നമ്മോടുള്ള കൃപ, ദൈവത്തിന്റെ അനന്തമായ അത്യന്തമായ കൃപ, ആ കൃപയുടെ അത്യന്ത ധനം നമുക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തി കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ദരിദ്രനായ വ്യക്തിയെ പോലെ നമുക്ക് വേണ്ടി സ്വർഗസമ്പന്നനായിരുന്നവൻ നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി മനുഷ്യവേഷം എടുത്ത് ദാസരൂപത്തിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ യാഗത്തിനുള്ള മൃഗങ്ങളെയും പക്ഷികളെയും സംബന്ധിച്ചുള്ള ഒരു സാദൃശ്യമാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഈ യാഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് 2 മാസത്തെ ക്ലാസ് ആണല്ലോ ഉള്ളത്. ഏതാണ്ട് 2 ആഴ്ചത്തെ ക്ലാസ് ആണുള്ളത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത യാഗ വ്യവസ്ഥകളിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരണം. ആരെങ്കിലും സഹോദരന്മാരെന്ന് വായിച്ച് സഹായിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. ലെവിറ്റിക്സ് ചാപ്റ്റർ 1 വേഴ്സ് 3. വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ വഴിപാടായി. ഈ വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സ്വമേധയ അർപ്പിക്കുന്നതാണ്. സ്വമേധയ, ആരുടെയും നിർബന്ധമില്ലാതെ, പരപ്രേരണ കൂടാതെ സ്വമേധയ അർപ്പിക്കുന്ന അതിനെയാണ് വഴിപാട് എന്ന് പറയുന്നത്. അങ്ങനെ അവൻ വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ അവൻ ഊനമില്ലാത്ത ആണിനെ യാഗമർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് അർപ്പിക്കണം. നമുക്കറിയാം, സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പഠനമാണ്. ആ പഠനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ആ വിഷയം നമ്മുടെ ജീവം ചാപ്പലിൽ ആ വിഷയം 1.5 വർഷം കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഗങ്ങളും അതുപോലെ ഉത്സവങ്ങളും സമാഗമന കൂടാരം എന്നുള്ള വിഷയം ഇപ്പോഴ് അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് 100 മുഴം നീളവും 50 മുഴം വീതിയും അതേസമയം 3 മുഴം ഉയരവുമുള്ള ഒരു കൂടാരം. ഈ കൂടാരത്തിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രാകാരമാണ്. ഈ പ്രാകാരത്തിന് ഒരു മറശ്ശീലയുണ്ട്, പ്രാകാരത്തിനൊരു വാതിലുണ്ട്,
ആ വാതിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 20 മുഴ വീതിയുള്ള വാതിലാണ്. ഈ 20 മുഴ വീതിയുള്ള വാതിലില് 4 നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു തിരശ്ശീല തൂക്കിയിട്ടുണ്ട്. ഈ 4 നിറത്തിലുള്ള തിരശ്ശീല തൂക്കിയിട്ടിരിക്കുന്നത് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ, ഈ 4 നിലയിലുള്ള നൂലുകൾ കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്ന ഈ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ ആ വാതിൽക്കൽ തന്നെ വെച്ചിരിക്കുന്ന ഉപകരണമാണ് യാഗപീഠം എന്ന് പറയുന്നത്. ആ യാഗപീഠത്തിലാണ് ഈ ഹോമയാഗവും മോദനയാഗവും സമാധാനയാഗവും പാപയാഗവും അകൃത്യയാഗവും എല്ലാം അർപ്പിക്കേണ്ടത് യാഗപീഠത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു വ്യക്തി ഈ പ്രാകാരത്തിലേക്ക് അഥവാ സമാഗമന കൂടാരത്തിലേക്ക് അടുത്തു വരുമ്പോൾ യഹോവയ്ക്ക് പ്രസാദം ലഭിക്കത്തക്ക നിലയിൽ അവൻ ആദ്യമായിട്ട് ഈ യാഗപീഠവുമായിട്ട് ബന്ധപ്പെടണം. യാഗപീഠവുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ പിച്ചളത്തൊട്ടിയിലേക്കും മറ്റ് വിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങളിലേക്കും അതിപരിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങളിലേക്കും ഒക്കെ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വലിയൊരു ഉപദേശ സത്യങ്ങളുടെ വലിയൊരു കലവറ തന്നെ നമുക്ക് ഈ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രാകാരവാതിക്കൽ വെച്ചിരിക്കുന്ന യാഗപീഠം, ആ യാഗപീഠത്തിൽ ഇതാ സ്വമേധയാ കൊണ്ടുവരുന്ന ഒരു മൃഗത്തെ ആണ് അർപ്പിക്കുന്നത്. വഴിപാടായിട്ട് ആരുടെയും പ്രേരണ കൂടാതെ സ്വമേധയാ കൊണ്ടുവരുന്ന യാഗം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ യാഗവ്യവസ്ഥ പ്രകാരം നമ്മള് ആരുടെയും നിർബന്ധമല്ല അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. കർത്താവിന്റെ ഒറ്റ ഒരാഗ്രഹം ആയിരുന്നു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനം. പിതാവാം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്തിൽ ആത്മാവിനാൽ പൂജാതനായി വിശുദ്ധ പ്രതിയായി ജനിച്ച് അങ്ങനെ മനുഷ്യവർഗത്തിന്റെ പാപഭാരം പേറി ക്രൂശിലേക്ക് നടന്നു നീങ്ങുന്ന കർത്താവിനെ കാണുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ വെച്ച് സർവ മനുഷ്യവർഗത്തിന്റെയും പാപം തന്റെ മേൽ ആവാഹിച്ചതായ സമയത്ത് താൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണം, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല അവിടുന്ന് ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ലേഖനങ്ങളിൽ വായിക്കുന്നത് അവൻ മനസ്സോടെ മരക്കുരിശു ചുമന്നു. മനസ്സോടെ മരക്കുരിശു, ആരുടെയും നിർബന്ധിക്കാതെ. പിതാവേ, ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പുസ്തക ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. എത്ര കൃത്യമായിട്ടാണ് ആ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. ന്യായപ്രമാണം നീക്കുവാനല്ല, ന്യായപ്രമാണം നിവർത്തിപ്പാനത്രേ കർത്താവ് വന്നത് എന്ന് വായിക്കുന്നു. ന്യായപ്രമാണം കർത്താവ് നിവർത്തിക്കുന്നത് വരെ അതിന്റെ വള്ളിയെങ്കിലും ഉള്ളിയെങ്കിലും നീങ്ങിപ്പോകത്തില്ല. നിവർത്തിക്കുന്നത് വരെ അത് നീങ്ങിപ്പോകത്തില്ല. മനുഷ്യർക്കാർക്കും ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിക്കുവാനായിട്ട് കഴിയില്ലായിരുന്നു. നമുക്കറിയാം 10 കൽപ്പനകൾ ദൈവത്തിന്റെ നീതിയുടെ പ്രമാണങ്ങളാണ്. ആ ദൈവത്തിന്റെ നീതിയുടെ പ്രമാണങ്ങൾ പൂർണ്ണമായി പാലിക്കുവാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപനിമിത്തവും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും ലോകത്തിലേക്ക് അയച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല? ന്യായപ്രമാണം മോശമായത് കൊണ്ടാണോ? ന്യായപ്രമാണം നീതിയുടെ പ്രമാണം അല്ലാത്തത് കൊണ്ടാണോ? അല്ല, ന്യായപ്രമാണം ദൈവത്തിന്റെ നീതിയുടെ പ്രമാണം തന്നെയാണ്. ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളും അതിനോട് ചേർന്നുള്ളതായിട്ടുള്ള അനുബന്ധ കൽപ്പനകളും എല്ലാം നീതിയുടെ പ്രമാണങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ ആ നീതിയുടെ പ്രമാണങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരാം. ആ വ്യക്തിക്ക് കുറവില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. പക്ഷേ പ്രമാണം പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ ലോകത്തിൽ ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരൻ. ന്യായപ്രമാണത്തിലെ 9 കൽപ്പനകളും ഒരു വ്യക്തി അനുസരിച്ചെന്നിരിക്കട്ടെ, 9 കൽപ്പനകളും അനുസരിച്ചു. അവസാനത്തെ കൽപ്പന മോഹിക്കരുത് എന്നതാണ്. കൂട്ടുകാരുടെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ യാതൊന്നും മോഹിക്കരുത് എന്ന് മോഹിക്കരുത് എന്നുള്ള കൽപ്പനയിൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോഹിക്കരുത് എന്നുള്ള കൽപ്പന ഒടുവിലത്തെ കൽപ്പനയാണെങ്കിൽ നമുക്കറിയാം ബാക്കി കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ പ്രമാണിക്കുന്നിരിക്കട്ടെ.
വിചാരം ചെയ്യുന്നില്ല, അവൻ കള്ളസാക്ഷ്യം പറയുന്നില്ല, അവൻ മോഷ്ടിക്കുന്നില്ല, അവൻ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, അവൻ ശബത്തിനെ വൃഥാവാക്കുന്ന വ്യക്തിയാണ്, അവൻ വിഗ്രഹം വയ്ക്കുന്നില്ല, അവന് ആ ആ ഒരു വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ല. ഇതെല്ലാം ശരിയാണ്. എന്നാൽ ഇതെല്ലാം 9 പ്രമാണിച്ചു അവസാനം അവന്റെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു മോഹം അത് ദുർമോഹമായി പരിണമിക്കുന്നു. ആ മോഹം മറ്റാരും കാണുന്നില്ല. ആ മോഹം എന്ന് പറയുന്നത് അതിൻ്റെതായ ആ അവസ്ഥ ദൈവം മാത്രമാണ് അറിയുന്നത്. എന്നാൽ അവന്റെ ഹൃദയത്തിൽ മോഹം തോന്നിയാൽ ആ മോഹിക്കരുത് എന്നുള്ള കൽപ്പന അവൻ ലംഘിച്ചത് കൊണ്ട് അവൻ ദൈവസന്നിധിയിൽ ബാക്കി 9 കൽപ്പനകളും തെറ്റിച്ചതിന് തുല്യമായിട്ട് പരിഗണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നാം റോമർ 5 നാം വായിക്കുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപനിമിത്തവും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ കർത്താവ് ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അനുസരണം ഒരു കുഞ്ഞാടിനെ പോലെ. കർത്താവ് ആ മരക്കുരിശും ചുമന്നുകൊണ്ട് മലമുകളിലേക്ക് കടന്നു പോകുന്ന രംഗം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ വ്യഥകളെ നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. ഈ ക്രൂശിലെ സ്നേഹമാണ് നമ്മെ കർത്താവിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഓരോ ഭക്തനും ഓരോ ദൈവവൈദ്യനും ആ കാൽവരിയിലെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കർത്താവിനോട് ചേർത്ത് നിൽക്കുകയാണ്. ഇതാ സ്വമേധയ അർപ്പിക്കുന്ന യാഗമാണ്. മാത്രമല്ല, ഈ യാഗത്തെ സംബന്ധിച്ച് നാം വായിച്ച 2ാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്, യാഗമൃഗം ആണായിരിക്കണം. അവൻ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാന്റെ ഗുണം അതിനെ സമാകരം. ഊനമില്ലാത്ത ആണിനെയാണ് അർപ്പിക്കണം. ഒരു പെണ്ണാടിനെ യാഗമർപ്പിക്കാനായിട്ട് ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ വ്യവസ്ഥയില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സാദൃശ്യം വഹിക്കണം. ആ നിലയിൽ സാദൃശ്യം വഹിക്കണമെങ്കിൽ ഊനമില്ലാത്ത ഒരാണിനെ തന്നെ യാഗമർപ്പിക്കണം. പറഞ്ഞാൽ ബലം ദൈവത്തിനുള്ളത് എന്ന് നാം ദൈവജനത്തിൽ വായിക്കുന്നു. ബലം ദൈവത്തിനുള്ളതല്ലേ. അത് മാത്രമല്ല, നാം ഈ ഊനമില്ലാത്ത ആണ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് അർപ്പിക്കുവാന്റെ കവണം യോഗ്യതയുള്ള ഒരു മൃഗമായിട്ട് മാറ്റപ്പെടുകയാണ്. എന്തെങ്കിലും ഊനമുള്ളതാണെങ്കിൽ അതിനെ ദൈവത്തിന് അർപ്പിക്കരുത് എന്ന് പ്രത്യേക വ്യവസ്ഥയുണ്ട്. പക്ഷേ മലാഖിയുടെ കാലമായപ്പോഴേക്കും ഈ വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചു. വ്യവസ്ഥകൾ തെറ്റിച്ചപ്പോൾ മലാഖി ജനത്തോട് ചോദിക്കുകയാണ്, ഇതിനെ നിന്റെ തള്ളയെയും അതുപോലെ ഊനമുള്ളതിനെയും ദീനം പിടിച്ചതിനെയും ഒക്കെ നിങ്ങൾ യാഗം അർപ്പിക്കുന്നു, ഇതിനെ നിന്റെ ദേശാധിപതിക്ക് കൊണ്ട് അർപ്പിക്കുക, ആ ദേശാധിപതി അതിൽ പ്രസാദിക്കുമോ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഇസ്രയേൽ അധപ്പതിച്ചു പോയി. ദൈവവചനത്തിലെ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തി, വചനത്തിലെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചിട്ട് ആ നിലയിൽ മലാഖിയുടെ കാലമായപ്പോഴത്തേക്കും ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കും. മലാഖിയുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 400 വർഷം ദൈവത്തിന്റെ യാതൊരു ഇടപെടലുകളില്ലാത്ത, ദൈവത്തിന്റെ ആലോചനയില്ലാത്ത, പ്രവാചകന്മാരില്ലാത്ത ഒരു 400 വർഷം ചരിത്രത്തിലെ അർദ്ധരാത്രി എന്ന് വിശേഷിപ്പിക്കത്തക്ക നിലയിൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഊനമില്ലാത്ത ആണായിട്ട് അർപ്പിക്കപ്പെട്ട യാഗവസ്തുവാണ് എന്ന് മനസ്സിലാക്കി. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അപ്പോൾ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യം. യാഗമൃഗം ആണായിരിക്കണം. മാത്രമല്ല, യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്ത യാഗമൃഗം. ഈ ഊനമില്ലാത്ത യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ യാതൊരു ഊനവും കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഊനമുള്ളതായിരുന്നെങ്കിൽ അതിനെ യാഗം അർപ്പിക്കാൻ പാടില്ല എന്ന് തന്നെ വ്യവസ്ഥയുണ്ട്. നമുക്കറിയാം, പെസഹ കുഞ്ഞാടിനോടുള്ള ബന്ധത്തില് ഈ വ്യവസ്ഥ പാലിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പെസഹ കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം, ആണായിരിക്കണം. അതിനെ യാഗമർപ്പിക്കുമ്പോൾ അതിനെ ആബീബ് മാസം 10-ാം തീയതി വേർതിരിക്കണം. 10-ാം തീയതി വേർതിരിച്ചിട്ട് 14-ാം തീയതിയാണ് അതിനെ അറുക്കേണ്ടത്. ആബീബ് മാസം 10-ാം തീയതി വേർതിരിച്ച് എന്തിനായി 4 ദിവസം മാറ്റിവെച്ചെന്തിനാണ്? ആടിനെ പരിശോധിക്കുകയാണ്.
ആടിനെ 4 ദിവസം പരിശോധിക്കുമ്പോൾ ആ പരിശോധനയിൽ എന്തെങ്കിലും ഊനം ആ ആടിൽ കാണുകയാണെങ്കിൽ അതിനെ പെസഹ കുഞ്ഞാടായിട്ട് അർപ്പിക്കുവാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ട് ആബീബ് മാസം 10-ാം തീയതി ആടിനെ വേർതിരിക്കുന്നു. 14-ാം തീയതി സന്ധ്യായാഗത്തിന്റെ സമയത്ത് അതിനെ അറുക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഊനമില്ലാത്ത ആണായിട്ട് ആ ഒരു യാഗവസ്തുവായിട്ട് നമ്മുടെ കർത്താവിനെ അർപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് 4000 വർഷം പുറകിലേക്ക് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. 4000 വർഷം പുറകിലേക്ക് പോകുമ്പോൾ BC 4000-ൽ ആ മോശ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശയാണല്ലോ എഴുതിയത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നു സ്ത്രീയുടെ സന്തതി. 33:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആരാണ് ഈ സ്ത്രീയുടെ സന്തതി? അത് വ്യക്തമായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഏതാണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന് 4000 വർഷം മുമ്പ് മോശ ഈ കാര്യം സ്ത്രീയുടെ സന്തതി എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചപ്പോൾ ഇങ്ങനെ പ്രവചിച്ചു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന്റെ ദൈവം നമ്മോടുകൂടെ നഷ്ടമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാവ് 7:14. ആ കന്യക ഗർഭിണിയായി പ്രസവിക്കപ്പെട്ട ആ സന്തതിയെ സംബന്ധിച്ച്, ആ പ്രജയെ സംബന്ധിച്ച്, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ. അത് മത്തായി 1:21 നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, പരിശുദ്ധാത്മാവിനാൽ ഉത്ഭൂതമായ കർത്താവായ യേശു ക്രിസ്തു ആദാമ്യ പാപം കൂടാതെ പാപമില്ലാത്തവനായിട്ട് ജനിച്ചു, പാപമില്ലാത്തവനായി ജീവിച്ചു. പാപം നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാനായിട്ട് കഴിയും? ഒരു വ്യക്തിക്ക് പോലും യേശു കർത്താവിൽ പാപമുണ്ടെന്ന് തെളിയിക്കുവാനായിട്ട് അക്കാലത്തും കഴിഞ്ഞിട്ടില്ല, ഇക്കാലത്തും കഴിഞ്ഞിട്ടില്ല. യേശുവിൽ പാപമുണ്ടെന്ന് ആരോപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഡയനോ ഡാവിച്ചിയും മറ്റുമൊക്കെ വരച്ചതായിട്ടുള്ള പടം ഡാവിഞ്ചി കോഡ് എന്ന ഡാൻ ബ്രൗണിന്റെ ആ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ആ പുസ്തകത്തിൽ യേശു ക്രിസ്തുവിൽ പാപം ആരോപിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു സമീപത്തിരിക്കുന്ന ആ വ്യക്തി യോഹന്നാൻ സ്നാപകനായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലനായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടതെങ്കിലും അതിനെ മറ്റ് അമിത കൃത്രിപ്പുകാര് അതിനെ മഗ്ദലന മറിയായിട്ട് ചിത്രീകരിച്ചിട്ട് ആ നിലയിൽ യേശു ക്രിസ്തുവും മഗ്ദലന മറിയയും തമ്മിൽ ഉണ്ടായിരുന്ന ആ നിലയിൽ ഉള്ള ബന്ധത്തെ സംബന്ധിച്ച് ഡാൻ ബ്രൗൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ പാപമുണ്ടെന്ന് ആരോപിച്ചിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് PM ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്നൊരു നാടകം എഴുതി. പക്ഷേ ആ നാടകം പൊതുവേദികളിൽ പ്രദർശിപ്പിക്കുവാൻ അന്നത്തെ കോടതി അനുവദിച്ചില്ല. യേശു ക്രിസ്തുവിൽ കഴിഞ്ഞ 2000 കൊല്ലമായി പാപം ആരോപിച്ചിട്ടുണ്ടെങ്കിലും പാപമുണ്ടെന്ന് തെളിയിക്കുവാൻ ഇന്നവരെ ആർക്കും കഴിഞ്ഞിട്ടില്ലായിരിക്കാൻ നിയമം മൂലം ഈ ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം പരസ്യവേദികളിൽ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ പാപം ഉണ്ടെന്ന് ആരോപിക്കുന്ന അനവധി ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവിൽ ഒരു പാപമില്ല, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലനായ യോഹന്നാൻ, ഇവര് 3 പേരും ആവർത്തിച്ചു പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൽ പാപമില്ല. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ എന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൽ പാപമില്ല എന്ന് ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ മാത്രമല്ല പുറത്തു നിന്നുള്ളവരും യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യേശു ക്രിസ്തുവോ ആട്ടിൻകുട്ടിയെ പോലെ നിർദോഷൻ, പ്രകാശം പോലെ പരിശുദ്ധൻ, യഹൂദന്മാരുടെയും യവനന്മാരുടെയും ആത്മീയ യജമാനനും രാജാവും തന്നെ എന്നാണ് രാജാ റാം മോഹൻ റോയ് യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കണ്ണിലെ കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ചങ്കിലെ ചോര കൊണ്ട് അവന്റെ പാദം കഴുകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ആ ആളുകൾ അവരും യേശുക്രിസ്തുവിനെ
ഒരു പാപമില്ലാത്ത വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചത്. പുറം ലോകത്തിലുള്ളവർ മാത്രമല്ല, ആ സ്വർഗവും ഭൂമിയും പാതാളവും ഒരുപോലെ യേശുക്രിസ്തു പാപരഹിതനാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗം സാക്ഷിച്ചപ്പോഴാണ് നമുക്കറിയാം. നമ്മുടെ കർത്താവ് സ്നാനമേൽക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് വരുമ്പോൾ നിന്നാൽ സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യമെന്ന് യോഹന്നാൻ പറഞ്ഞ് അതിൽ തടസ്സവാദം ഉന്നയിക്കുമ്പോഴും ഇങ്ങനെ സർവ്വനീതിയും നിവർത്തിക്കേണ്ടതാകുന്നു പറഞ്ഞ് കർത്താവ് യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുവാനായിട്ട് തീരുമാനിച്ചു. പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് കർത്താവിൽ ഇറങ്ങി വരുന്നു എന്ന് മാത്രമല്ല വായിക്കുന്നത്, അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നു. എന്താണ് ആ ശബ്ദം? ഇതാ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ പിതാവിനെ നമുക്ക് കാണാം, അവിടെ പുത്രനെ നമുക്ക് കാണാം, അവിടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തിയാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയൊരുക്കുക എന്ന് പറയുന്നത്. പിതാവാം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പുത്രൻ ദൈവം പ്രസാദിച്ച, പിതാവ് പ്രസാദിച്ച ആ യാഗമായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവിന്റെ ആ സ്വർഗം സാക്ഷിക്കുകയാണ്. പ്രാവശ്യം അതുപോലെ സ്വർഗം സാക്ഷിക്കുന്നു. മറുരൂപനിലയിൽ കർത്താവ് ആർക്കും വെളുപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ തന്റെ വസ്ത്രം വെളുക്കുന്ന ആ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ കാണുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ആ നിലയിൽ ആ ശബ്ദം അവിടെ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. സ്വർഗം സാക്ഷിക്കുന്നു, ഇത് യാതൊരു പാപമില്ലാത്ത ദൈവത്തിന്റെ ഓമനകുമാരനാണ്, പാപമില്ലാത്ത പരിശുദ്ധനാണ്. സ്വർഗം സാക്ഷിക്കുന്നു. ഭൂലോകം, സ്വർഗം, ഭൂമി, പാതാളം, ഇങ്ങനെയാണല്ലോ ത്രിലോകങ്ങൾ അറിയപ്പെടുന്നത്. സ്വർഗം സാക്ഷിച്ചു. ഭൂമിയിൽ കർത്താവ് പാപമില്ലാത്തവനെന്ന് വ്യക്തമാക്കപ്പെട്ട രംഗം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ രംഗങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുന്ന സമയത്ത് ഒരു കോടതിയിൽ പോലും, മതകോടതിയിലാകട്ടെ രാഷ്ട്രീയ കോടതിയിലാകട്ടെ, ഒരു കോടതിയിൽ പോലും യേശുവിൽ പാപമുണ്ടെന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. ഓരോരുത്തരും മാറി മാറി വിസ്തരിച്ചു. ഒടുവില് പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസിനൊരു ചിന്തയുണ്ടായി. പീലാത്തോസിന്റെ ഭാര്യയും ഇവിടെ പുറകിൽ നിന്നൊരു വിളിയുണ്ടായി, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. സ്വപ്നത്തിൽ ഞാൻ വളരെ വിഷമം അനുഭവിച്ചു, അതുകൊണ്ട് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞാണ് വിട്ടത്. പീലാത്തോസ് ആകെപ്പാടെ അസ്വസ്ഥനായി, ഈ കുറ്റമില്ലാത്ത വ്യക്തിയെ എങ്ങനെ ഞാൻ ശിക്ഷിക്കും? ഒരു 1000 കുറ്റവാളികൾ, 1000 കുറ്റവാളികൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടാലും കുറ്റമില്ലാത്ത ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ആ നീതിയുടെ അലംഘനീയമായ വ്യവസ്ഥ അത് കർത്താവിന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പീലാത്തോസ് ഇപ്രകാരം ഒരു പഴുത് കണ്ടെത്തി. ഉത്സവം തോന്നുന്ന തടവുകാരനെ വിട്ടയക്കുന്ന പതിവുണ്ട്. ആ തടവുകാരൻ എന്ന് പറയുന്നത് ബറബ്ബാസാണ്. കള്ളനും കൊലപാതകനുമാണ്, ക്രൂരനായ ദുഷ്ടനായ ഒരു വ്യക്തിയാണ്. പീലാത്തോസ് ഇങ്ങനെ വിചാരിച്ചു, നിങ്ങളുടെ ഒരാളെ വിട്ടയക്കാം, അത് നിങ്ങൾക്ക് ആരെ വേണം? ബറബ്ബാസിനെ വേണമോ യേശുവിനെ വേണമോ? അവർ പ്രകാരം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് കള്ളനെ മതി, ഞങ്ങൾക്ക് ദുഷ്ടനെ മതി, ഞങ്ങൾക്ക് സത്യം വേണ്ട, ഞങ്ങൾക്ക് നീതി വേണ്ട, ഞങ്ങൾക്ക് ധർമ്മം വേണ്ട, ഞങ്ങൾക്ക് വെളിച്ചം വേണ്ട, ഞങ്ങൾക്ക് അധർമ്മം മതി, ഞങ്ങൾക്ക് അനീതി മതി, ഞങ്ങൾക്ക് അസത്യം മതി, ഞങ്ങൾക്ക് ഈ കള്ളനെ മതി എന്ന് പറഞ്ഞ് കള്ളനും കൊലപാതകനുമായി ബറബ്ബാസിനെ അവർ ആവശ്യപ്പെടുന്നു. യേശുവിനെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവനെ ക്രൂശിക്കാം. അപ്പൊ പീലാത്തോസ് ചോദിക്കുന്നു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? സമ്പൂർണമായി ഇടിഞ്ഞു പറയുന്നു, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവ്. അപ്പോൾ യേശുവിനെ പിതാവ് ജനത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ചെയ്ത ദോഷമെന്ന് ദോഷവും ചെയ്തിട്ടില്ല എന്ന് പീലാത്തോസ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് ഇവൻ നീതിമാൻ, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്ന രംഗം നമുക്ക് കാണാം. സ്വർഗം സാക്ഷിച്ചു, ഭൂമി സാക്ഷിച്ചു, അനവധി സാക്ഷ്യങ്ങൾ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ഒരു ശതാധിപൻ പറഞ്ഞു, ഇവൻ വാസ്തവമായി കുന്തമെടുത്തവന്റെ വിലാപ്പുറം കുത്തി, ആ വിലാപ്പുറത്ത് രക്തവും വെള്ളവും പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ പിതാവേ, എന്റെ പ്രാണനെ, എന്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞ് പ്രാണനെ വിടുമ്പോൾ കണ്ടുനിന്ന ശതാധിപൻ പറയുകയാണ്, ഇവൻ വാസ്തവമായി നീതിമാനായിരുന്നു. സത്യം, യേശു കർത്താവിന്റെ ആ നിഷ്പാപ അവസ്ഥയെ സാക്ഷിക്കാത്തവരാരും തന്നെയില്ല.
നമ്മുടെ കർത്താവ് എത്ര പരിശുദ്ധനായിരുന്നു, എത്ര നീതിമാനായിരുന്നു. സ്വർഗവും ഭൂമിയും പാതാളം സാക്ഷിക്കുന്നവന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, പാതാളം സാക്ഷി യേശു കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ ആ ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവിനെ കണ്ടിട്ട് പറയുന്നത്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. അങ്ങനെ എല്ലാവരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി, യാതൊരു പാപവുമില്ലാത്ത ഊനമില്ലാത്ത ആണായിട്ട് ഹോമയാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സമയമായല്ലോ. ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്നും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വെച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. കർത്താവിനെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടി ഊനമില്ലാത്ത ആ മൃഗമായിട്ട് ആ ഒരു കോലാടിനെ പോലെ, ഒരു ചെമ്മരിയാടിനെ പോലെ, ഒരു കാളയെ പോലെ, ഒരു പ്രാവിനെ പോലെ ഒരു യാഗവസ്തുവായി തീർന്നു. നമ്മുടെ പാപം ചുമന്നുകൊണ്ട് മനസ്സോടെ മരക്കുരിശുമായി ആ ഗൊൽഗൊഥാ മലമുകളിലേക്ക് കടന്നു പോകുന്ന കർത്താവ് പാപമില്ലാത്ത പരിശുദ്ധനാണ്, ഊനമില്ലാത്ത ആണായി ഹോമയാഗമായി അർപ്പിക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരുത്തി. അതുകൊണ്ട് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം ഈ പഠനം മുഖാന്തരം വർദ്ധിക്കുവാനും നമ്മുടെ കർത്താവിനോട് ചേർന്ന് ക്രിസ്തു സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നമുക്ക് നമ്മെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നവരാകട്ടെ. കർത്താവിന്റെ വിലയിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിൽ എന്നേക്കും സ്വന്തമായ വിലയിരുവാനത്തിൽ നിന്ന് ശ്രമിപ്പാൻ ഈ രാത്രികാലം നമുക്ക് പ്രിയ ദൈവദാസകളെ നമുക്ക് ലഭിച്ച അവസരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്യാം. ഇന്ന് നാം കേട്ട വിഷയം ലേവ്യപുസ്തകം 1-ാം അധ്യായത്തിലെ ഹോമയാഗം അഥവാ ദഹനയാഗത്തെ പറ്റിയാണല്ലോ. അതിനെ ഉപയോഗിക്കുന്നതായ ആ മൃഗങ്ങളെ പറ്റിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. താൻ ദേവദാസൻ നമ്മോട് പറഞ്ഞത്. ആദ്യം കാളയെ പറ്റി കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. ഭാരം വഹിക്കുന്നതായ അഥവാ യജമാന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതായ ആ ഒരു ദാസനായി പ്രവർത്തിക്കുന്ന കാളയെ പറ്റി ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിച്ചത് ചെമ്മരിയാട് കോലാടിനെ പറ്റിയാണ്. ചെമ്മരിയാട് സൗമ്യതയുടെ ലക്ഷണമായിട്ട് കാണുവാനായി കഴിയുന്ന, അറുക്കാൻ കൊണ്ട കുഞ്ഞാട്ടിനെ അത് നേരിടായി അത് കാണുവാനായി കഴിയുന്നുണ്ട്. അതുപോലെ കോലാട് ചന്തമായി നടക്കുന്ന അതിനെ പറ്റി നാം ചേർക്കുകയുണ്ടായി. അത് നമുക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞ പാവം വഴിയ സർവ്വത്തിനും നമുക്ക് തുല്യനായി പരീക്ഷപ്പെട്ട കർത്താവിന്റെ ഒരു നേരിടായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പറ്റി നാം വെളിപാട് പുസ്തകത്തിൽ നിന്ന് കാണുകയുണ്ടായി. അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ളതായ വിഷയം നാം കേൾക്കുകയുണ്ടായി. ആ പ്രാവിന്റെ നിഷ്കളങ്കനായ ആ കർത്താവിനെ പറ്റിയും ആ വിശുദ്ധിയെ പറ്റിയൊക്കെയും നാം ഓർക്കുകയുണ്ടായി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന അവസ്ഥയെ നാം ഓർക്കുകയുണ്ടായി. പ്രസമ്പന്നനായ കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ആ ദൈവകൃപയെ നാം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ അനേക വിഷയങ്ങൾ ചിന്തിപ്പാനിടയായി. കേട്ട എൻ്റെ വനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ആ ഊനമില്ലാത്ത കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധിയായ കർത്താവിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ന്യായപ്രമാണത്തിൽ കഴിയാഞ്ഞ സ്ഥാപിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ കർത്താവ് പാപമില്ലാത്തവനായിരുന്നു ജന്മന. അതുപോലെ തൻ്റെ ജീവിതത്തിലെ തൻ്റെ പരിശുദ്ധ വേലയിലൊക്കെ നാം നോക്കുമ്പോൾ പാപത്തിന്റെ യാതൊരു അഞ്ചനയും കർത്താവ് ഇല്ല എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ട. കേട്ട എല്ലാ വനത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. വനം സംസാരിപ്പാൻ പ്രിയ സാംസ്കൃതിക ദൈവമെടുത്ത് ഉപയോഗിച്ചോർ നന്ദിയോടെ സ്തോത്രം. പ്രിയ സഹോദരൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ജോർജ് ബിൽ സഹോദരൻ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വീണ്ടും ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിലെ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തക്കൊണ്ട് അവിടുന്ന് സഹായിച്ചു. കർത്താവെ, ഹോമ യാഗത്തെ പറ്റി ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. കർത്താവെ, അവിടുത്തെ കൃപയിൽ അവിടുന്ന് സംസാരിച്ച വചനങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഉത്തേജനം നൽകുന്ന ആകയാൽ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ലേവ്യ പുസ്തകത്തിന്റെ പഠനം ആരംഭം തൊട്ട് കേൾക്കുവാനും കർത്താവിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കൊണ്ട് അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഗഹനമായ കാര്യങ്ങൾ അത് പ്രിയദാസനെ കൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രത്തോളം അവിടുന്ന് സഹായിച്ചു പരിച്ചു. കൂടുതൽ ആൾക്കാരൊക്കെയും കടന്നു വരുവാനും ഈ വചന പഠന പരമ്പരയിലെ പങ്കാളികളാവാൻ തക്കൊണ്ട് ഇടയാകേണ്ടതായിട്ടുണ്ട്.
അവിടുന്ന് സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈ രീതിയിൽ ഞങ്ങൾക്ക് കർത്താവെ ഹോമയാഗത്തെ കുറിച്ച് കേൾക്കുവാൻ തക്കണം ഇടയായി. കർത്താവെ തുടർന്നും പല യാഗങ്ങളുടെ പട്ടിക ആ അധ്യായങ്ങളിലൊക്കെയും പറയുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണം. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാൻ തക്കണം. ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കൃപയും അവിടുത്തെ പരിപാലനം കൂടെയുള്ളതിനായ സ്തോത്രം. ദാസന് കർത്താവെ ആ വചനം കൊടുത്തതിനായ സ്തോത്രം. കർത്താവെ കേൾക്കുന്ന ഞങ്ങൾക്ക് അത് പ്രയോജനത്തിന് കാരണമായി തീരുവാൻ തക്കണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അവിടത്തേക്ക് തരുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. ഉണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഇവരുടെ കൂടെയും വിശേഷാൽ ഇന്ന് കേട്ട വചനത്തിന്മേലും അത് സുദൃശ്യ ദേവദാസന്റെ മേലും എപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.